അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിലും പോകെ പോകെ നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങി. ഒരേ ചായക്കടയിലും ബസ്സിലും ജിമ്മിലും ബാറിലും ഒക്കെ കണ്ടുമുട്ടുന്നവർക്ക് ഫ്രണ്ട്സ് ആവാമെങ്കിൽ ഹെഡ് മാസ്റ്റർ റൂമിന് മുന്നിൽ എപ്പോഴും കണ്ടുമുട്ടുന്ന ഞങ്ങൾക്കും ഫ്രണ്ട്സ് ആവാം. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. അതെ, ഒരു കാര്യമുണ്ട്. എനിക്കൊരു CD ഇട്ടിട്ടുണ്ട്. ആണാ? പക്ഷെ എവിടെ ഇട്ട് കാണും? CD എൻ്റെ പ്ലെയർ ഉണ്ട്. മൂസ വേണ്ട, ഞങ്ങൾക്ക് ഇതിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇല്ലേ? ഉണ്ടോ? ഇനി ഇതൂടെ ബാക്കിയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാവുന്നു. ആണുങ്ങളായ കുറച്ച് ധൈര്യം അതാണ്. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്. പിന്നെ കുട്ടങ്കിട്ടുള്ള ചത്തിട്ട് മേലെ കിട്ടൂല നദി കുട്ടങ്കിട്ടുള്ള ചത്തിട്ട് മേലെ കിട്ടൂല നദി കുട്ടങ്കിട്ടുള്ള ചത്തിട്ട് മേലെ കിട്ടൂല നദി കുട്ടങ്കിട്ടുള്ള ചത്തിട്ട് മേലെ കിട്ടൂല പ്രതി കുട്ടങ്കി കിട്ടൂല നദി മേലെ കിട്ടൂല. അയ്യോ എടുക്കാൻ പറ്റുള്ളൂ. കറണ്ട് വരാൻ സമയം എടാ, ആ കമ്പ്യൂട്ടർ എങ്ങനെ ഓണായാലോ? പിടിക്കും, നമ്മളെല്ലാരും പിടിക്കും. എന്താ ഇതിപ്പോ വലിയ പ്രശ്നമാവൂടാ. വീട്ടിൽ നിന്ന് പപ്പയൊക്കെ വിളിച്ചോണ്ട് വരാൻ പറയും. കൊലക്കലിപ്പോടാ. പപ്പ എങ്ങാണ് ഇത് കണ്ട? നീ എടുക്ക്, ഞാൻ പറയാം. ഇതെന്താണോ മയിൽപ്പീലിയോ? എഞ്ചിനീയറിംഗ് എൻട്രൻസിനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന എന്താ അവന്മാരൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളെന്താണ് വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ മൈൻഡ് ചെയ്യുന്നത് അല്ലേ? വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്? നീ എന്തിനാ വിശ്വത്തിന് വായിക്കൊണ്ട് വെച്ചേ? ഒരു കുഴപ്പമില്ല, മര്യാദ. പ്രശ്നമാവൂലേ? എല്ലാരും പറഞ്ഞോളും കേട്ടോ, എല്ലാരും ഒത്തു. എന്ത് പ്രശ്നം? നോക്കിയോ. അത്രേ ഉള്ളൂ. പിന്നെന്താ? പിന്നെ ഒരു മിനിറ്റ്. ഡെയ്സി, അതിന്റെ ബുക്ക് ലെറ്റർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മറുപടി എഴുതി തന്നാ മതി. പോട്ടെ. വിഷു ഒരു മിനിറ്റ്. ഓ, കൊടുത്തു. ഓ, ചോക്ലേറ്റ്. സ്വീറ്റ് ആസ് യു. താങ്ക് യു. പോട്ടെ.